എല്ലാവർക്കും നമസ്കാരം. 2021 മെയ് 20 കേരള ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കുന്ന ഒരു ദിവസം. കാരണം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി കാലാവധി തികച്ച് അധികാരം നിലനിർത്തുന്ന ആദ്യ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയോടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 21 അംഗ മന്ത്രിസഭ ചുമതലയേറ്റ ദിവസം. അതെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 21 അംഗ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ആദ്യമായി കേരളത്തിൻ്റെ 23ാമത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം. കേരള മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. ഈ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗവും ഇദ്ദേഹമാണ്. കാലാവധി തികച്ച് അധികാരം നിലനിർത്തുന്ന ആദ്യ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും പിണറായി വിജയന് സ്വന്തം. മാത്രമല്ല, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രിയായ വ്യക്തിയും പിണറായി വിജയനാണ്. ധർമ്മടം മണ്ഡലത്തിൽ നിന്നും 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ഇദ്ദേഹം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകളാണ് ആഭ്യന്തരം, IT, പൊതുഭരണം മുതലായവ. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭയിലെ മറ്റ് 20 മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഏതെല്ലാമാണെന്ന് നോക്കാം. ധനകാര്യം KN ബാലഗോപാൽ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കൊട്ടാരക്കര. സഹകരണം, രജിസ്ട്രേഷൻ. ഈ വകുപ്പുകളുടെ ചുമതല VN വാസവൻ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ഏറ്റുമാനൂർ. തദ്ദേശ സ്വയംഭരണം, എക്സൈസ് MV ഗോവിന്ദൻ മാസ്റ്റർ. നിയോജക മണ്ഡലം തളിപ്പറമ്പ്. പൊതുമരാമത്ത്, ടൂറിസം. ഈ വകുപ്പുകളുടെ ചുമതല ബേപ്പൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന PA മുഹമ്മദ് റിയാസിനാണ്. പൊതുവിദ്യാഭ്യാസം, തൊഴിൽ. നിയമം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന V ശിവൻകുട്ടി നിർവഹിക്കുന്നു. ദേവസ്വം, പാർലമെൻ്ററി കാര്യം, SC/ST, പിന്നോക്കക്ഷേമം എന്നീ വകുപ്പുകളുടെ ചുമതല ചേലക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന K രാധാകൃഷ്ണൻ നിർവഹിക്കുന്നു. ഫിഷറീസ്, സാംസ്കാരികം, സിനിമ എന്നീ വകുപ്പുകളുടെ ചുമതല സജി ചെറിയാൻ. നിയോജക മണ്ഡലം ചെങ്ങന്നൂർ. വ്യവസായം, നിയമം. ഈ വകുപ്പുകളുടെ ചുമതല P രാജീവ് നിർവഹിക്കുന്നു. നിയോജക മണ്ഡലം കളമശ്ശേരി. വനം വകുപ്പ്. എലത്തൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന AK ശശീന്ദ്രനാണ് ഈ വകുപ്പിൻ്റെ ചുമതല. വൈദ്യുതി K കൃഷ്ണൻകുട്ടി. നിയോജക മണ്ഡലം ചിറ്റൂർ. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ ചുമതല GR അനിൽ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം നെടുമങ്ങാട്. ജലവിഭവ വകുപ്പിൻ്റെ ചുമതല റോഷി അഗസ്റ്റിൻ. നിയോജക മണ്ഡലം ഇടുക്കി. കൃഷി വകുപ്പിൻ്റെ ചുമതല P പ്രസാദ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ചേർത്തല. മേധാ പട്കർക്കൊപ്പം നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെൻറ്റിൽ പങ്കാളിയായിരുന്ന വ്യക്തി കൂടിയാണ് P പ്രസാദ്. ന്യൂനപക്ഷക്ഷേമം, പ്രവാസികാര്യം, കായികം, യുവജനക്ഷേമ വകുപ്പുകളുടെ ചുമതല V അബ്ദുൾ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം താനൂരാണ്. റവന്യൂ K രാജൻ. നിയോജക മണ്ഡലം ഒല്ലൂർ. ഗതാഗത വകുപ്പിൻ്റെ ചുമതല ആൻ്റണി രാജു നിർവഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം തിരുവനന്തപുരം. അടുത്തതായി തുറമുഖം, മ്യൂസിയം, പുരാവസ്തു ഗവേഷണം എന്നീ വകുപ്പുകളുടെ ചുമതല അഹമ്മദ് ദേവർകോവിൽ. ഇദ്ദേഹം കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അടുത്തതായി ഈ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാർ ആരെല്ലാമാണെന്ന് നോക്കാം. ഈ മന്ത്രിസഭയിൽ 3 വനിതാ മന്ത്രിമാരാണുള്ളത്. ഉന്നത വിദ്യാഭ്യാസം R ബിന്ദു. നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട.
മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വകുപ്പുകളുടെ ചുമതല ജെ. ചിഞ്ചു റാണി നിർവഹിക്കുന്നു. അവരുടെ നിയോജക മണ്ഡലം ചടയമംഗലം. അടുത്തതായി, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യം. ആരോഗ്യം, വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ ചുമതല ആറന്മുള നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജിനാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവും വീണ ജോർജാണ്. മാത്രമല്ല, കേരളത്തിൽ മന്ത്രിയാകുന്ന ആദ്യ വനിതാ മാധ്യമ പ്രവർത്തകയും വീണ ജോർജാണ്. ഇതാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ. 15ാം കേരള നിയമസഭയിലെ 23ാമത് സ്പീക്കറായി ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് MP രാജേഷ്. പ്രോട്ടേം സ്പീക്കർ PTA റഹീം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പുതിയ മന്ത്രിസഭയുടെ കീഴിൽ അഡ്വക്കേറ്റ് ജനറലായി ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് കെ. ഗോപാലകൃഷ്ണക്കുറുപ്പ്. 15ാം നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു ചില വസ്തുതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. 15ാം കേരള നിയമസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം, പ്രായം കൂടിയ അംഗം PG ജോസഫ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ പ്രായം 79 വയസ്സാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം KM സച്ചിൻ ദേവ്. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സച്ചിൻ ദേവിൻ്റെ പ്രായം 27 വയസ്സാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ശൈലജ ടീച്ചറാണ്. 60,963 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നുമാണ് ശൈലജ ടീച്ചർ തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണിത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം 2001 ഇരവിപുരം മണ്ഡലത്തിൽ നിന്നും 5 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തിയ A അസീസിൻ്റെ പേരിലാണ്. എന്നാൽ 15ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്നും 38 വോട്ടിന് വിജയിച്ച നജീബ് കാന്തപുരമാണ്. ഇത്രയും വസ്തുതകൾ 15ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വയ്ക്കുക. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലമാണ് ആറന്മുള. ഇത്രയും വസ്തുതകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.